പ്രാക്ടിക്കൽ പ്രോബ്ലം 4 ആണ് ചെയ്യുന്നത്. ഇത് സ്റ്റഡി മെറ്റീരിയൽ എത്രയാണ്? ഇല്ലുസ്ട്രേഷൻ 26 ആണ്. വായിക്കാം. രാം പ്രകാശ്, എ സ്മോൾ ട്രേഡർ, ഡസ് നോട്ട് കീപ് ഹിസ് ബുക്സ് ഫോളോവിങ് ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ അയാൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല? കീപ്പ് ചെയ്യുന്നില്ല. സിംഗിൾ എൻട്രിയിലാണ് പോകുന്നത്. തോന്നിയ പോലെയാണ് പോകുന്നത്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ഹിം പ്രിപ്പയർ എ ട്രേഡിംഗ് P&L അക്കൗണ്ട് ആൻഡ് ഏതാണ്? ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്? ട്രേഡിംഗ് P&L അക്കൗണ്ടും പറയുന്നുണ്ട്, ബാലൻസ് ഷീറ്റ്. ഏതാണ് ഡേറ്റ് പറയുന്നത്? 31 മാർച്ച് 2023. എന്നിട്ട് അവർ ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫർണിച്ചർ ഉണ്ട്. എത്രയാണ്? 1 lakh. പിന്നെ എത്ര ആയിട്ടുണ്ട്? 1,20,000. എങ്ങനെ 1 lakh ഉള്ള ഫർണിച്ചർ 1,20,000 ആവാം? നിങ്ങൾ പണ്ടത്തെ കുട്ടികളല്ല കേട്ടോ, റെസ്പോൺസൊക്കെ കുറഞ്ഞിരിക്കും, വിഷമമുണ്ട്. 1 lakh ഉള്ളത് 1,20,000 എങ്ങനെ ആവാം? പർച്ചേസ് ചെയ്താൽ 20,000 എക്സ്ട്രാ എന്ത് ചെയ്തിട്ടുണ്ടാവും? പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ചോദിക്കട്ടെ, പർച്ചേസ് ചെയ്താൽ എന്താണ് എൻട്രി? ഫർണിച്ചർ അല്ലേ പർച്ചേസ് ചെയ്താൽ? ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലെന്ത് ചെയ്യണം? ബൈ ഫർണിച്ചർ എന്ന് എഴുതണം. ഓക്കെ അല്ലേ? യെസ്. അടുത്തത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 1 lakh എവിടെ എഴുതാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഇതെവിടെ എഴുതാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. പക്ഷെ വേറെ തിരുത്തുണ്ട്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇല്ല. ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റ് എവിടെയാണ്? നോൺ പ്രോഫിറ്റ്. അവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന് പകരം ഇവിടെ എന്താ പറയുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. എന്താ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞൂടെ? പറ്റില്ല. കാരണം എന്താ? ഇവർ സിംഗിൾ ഡബിൾ എൻട്രിയിലെ അതിന് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? ബാലൻസ്. അഥവാ ട്രയൽ ബാലൻസിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ഓക്കെ ആക്കിയിട്ട് എഴുതണം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തിക്കൂടെ? കാൽക്കുലേറ്റർ എടുക്കുക, വേഗം ടൈപ്പ് ചെയ്യും. അസറ്റുകൾ നോക്കൂ. 1 lakh ഫർണിച്ചർ ടൈപ്പ് ചെയ്തു. 1 lakh. പിന്നെ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? സ്റ്റോക്കടാ. 60,000 ഏത് സ്റ്റോക്കാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. 20,000 ഏത് സ്റ്റോക്കാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. സിമ്പിൾ സാധനം. ദെൻ അടുത്തതാണ്. അപ്പോൾ 60 ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്തു. 60. സൺഡേ ഡെപ്റ്റേഴ്സ് ഓപ്പണിങ്ങിൽ 1,20,000 ആഡ് ചെയ്യാം. ശ്രദ്ധിക്കണം, ക്രെഡിറ്റേഴ്സ് എന്താണ്? ലയബിലിറ്റിയാണ്. എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അൺപെയ്ഡ് എക്സ്പെൻസ് എന്താ? അൺപെയ്ഡ് എക്സ്പെൻസ് അസറ്റാണോ ലയബിലിറ്റിയാണോ? അൺപെയ്ഡിന് വേണമെങ്കിൽ ഒരു പേരോടും പറഞ്ഞാൽ ഏതാ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഏതാ? ലയബിലിറ്റി. എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്യാഷ് എന്ത് ചെയ്യണം? മക്കളെ? ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? പറയും. 2,50,000. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഒരു വർക്കിംഗ് നോട്ടായി കിട്ടിയില്ല. ഞാനിപ്പോൾ പഠിപ്പിച്ചു തരണം. ആഡ് ചെയ്യണം, ലെസ് ചെയ്യണമൊക്കെ മുത്തുമണി. ഓക്കെ അല്ലേ? അസറ്റുകൾ ആഡ് ചെയ്യാൻ, ലയബിലിറ്റി ലെസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കും. കുറച്ച് റിസീപ്റ്റും പേയ്മെൻറ്റും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ജേണൽ എൻട്രി അറിയുമെങ്കിൽ ഒരു പ്രശ്നമില്ല. പറഞ്ഞു നോക്കാം. ജേണൽ എൻട്രി. ഡെപ്റ്റേഴ്സിൽ നിന്ന് പൈസ ഇട്ട് എൻട്രി പറയും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്താൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പേയ്മെൻറ്റ് നടത്തിയാൽ ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ട്രാൻസ്പോർട്ടേഷൻ എവിടെ കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഡ്രോയിങ്സിൻ്റെ എൻട്രി. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എന്ത് പറഞ്ഞ് കാണിക്കണം? ബൈ ഡ്രോയിങ്സ്. ഒപ്പം തന്നെ ഡ്രോയിങ്സ് എവിടെ നിന്ന് കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ നിന്ന്, ക്യാപിറ്റലിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കാണിക്കണം. സൺഡേ എക്സ്പെൻസിൻ്റെ എൻട്രി എന്താ? സൺഡേ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഫർണിച്ചർ 20 ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചൂടെ? കോമൺ സെൻസ് അപ്ലൈ ചെയ്യും മക്കളെ. മനസ്സിലായ? ഇല്ല. എന്താ മനസ്സിലായി എന്ന് പറഞ്ഞു? ഇല്ല, സത്യം പറഞ്ഞു. ഈ കണക്ഷൻ കിട്ടിയ ഇല്ല. എന്താന്ന് പറഞ്ഞു? മനസ്സിലായി, പക്ഷെ പറയാനറിയില്ല, മനസ്സിലാക്കാനെല്ലാം അറിയുള്ളൂ അല്ലേ? 1 lakh ഉള്ള ഫർണിച്ചർ എത്രയായി? 1,20,000. എങ്ങനെ?
20,000 ഫർണിച്ചർ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. ഓക്കെ, യെസ്. അതർ ഇൻഫർമേഷൻ ഉണ്ട്. അതിലെന്താ പറയുന്നത്? there were considerable amount of cash sales. ക്രെഡിറ്റ് സെയിൽ എവിടുന്ന കിട്ടുക? ക്രെഡിറ്റ് സെയിൽ ഉണ്ടായാൽ ഡെപ്റ്റർ ആണോ ഉണ്ടാവുക, ക്രെഡിറ്റർ ആണോ ഉണ്ടാവുക? ഡെപ്റ്റർ. അപ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്ന് കിട്ടും? ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് ഏത് കിട്ടും? ക്രെഡിറ്റ് സെയിൽ കിട്ടും. ഓക്കെ അല്ലേ? ക്യാഷ് സെയിൽ എവിടുന്ന കിട്ടുന്നുണ്ടാവുക? ക്യാഷ് സെയിൽസ് എവിടുന്ന് കിട്ടും? ക്യാഷിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ തരണം. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത ബാലൻസ് ഫിഗർ ഏതായിരിക്കും? ക്യാഷ് സെയിൽസ് ആയിരിക്കും. ഏതായിരിക്കും? ക്യാഷ് സെയിൽസ്. ക്രെഡിറ്റ് പർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ എത്ര? 2,30,000. ഇതിൻ്റെ ജേണൽ എൻട്രി എന്താ? ക്രെഡിറ്റ് പർച്ചേസിൻ്റെ ജേണൽ എൻട്രി എന്താ മക്കളെ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്രെഡിറ്റേഴ്സ്. അടുത്തത് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം ഡെപ്റ്റേഴ്സിൻ്റെ. ഇതൊക്കെ ഞാൻ പറയണം, ഡെപ്റ്റേഴ്സിൻ്റെ ഇതൊക്കെ ഓർമ്മയുള്ള മുന്നിലുള്ള സാധനങ്ങളല്ലേ. ഡെപ്റ്റേഴ്സ് എവിടെ എടുക്കുന്നത് അല്ലേ? 1,40,000 അവിടെ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റാർ ഇട്ട് വെച്ചതേ. ഓക്കെ അല്ലേ? യെസ്. 10% എന്തുണ്ട് അവിടെ? എന്തുണ്ട്? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അറിയാലോ, പ്രൊവിഷൻ P&L എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഒപ്പം തന്നെ എവിടെയും കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ നിന്ന് 1,40,000 10% 14,000 രൂപ ലെസ് ചെയ്തിട്ട് കാണിക്കണം. എവിടെ? അസറ്റ് സൈഡിൽ. ഇത്രേ ചെയ്യണ്ടോ? ഡിപ്രീസിയേഷൻ ഉണ്ടാ? ഓക്കെ, ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്താ ആദ്യം വരയ്ക്കേണ്ടത്? ട്രേഡിംഗ് P&L. ഓക്കെ, എത്ര വേണമെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ വരച്ചു വെക്കുക. കൂടിയാലും എന്ത് ചെയ്യണ്ട, കുറയണ്ട. പ്രാക്ടിക്കൽ പ്രോബ്ലം ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റും. പിന്നെ വർക്കിംഗ് നോട്ടായിട്ട് മക്കളെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, അതേപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ക്യാഷ് ബുക്ക് ആകുമ്പോൾ കുറച്ച് ഉണ്ടായിക്കോട്ടെ, ഒരു 8 സ്പേസിൽ ക്യാഷ് ബുക്ക് വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ലാസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, പിന്നെ
ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ദെൻ ക്യാഷ് ബുക്ക്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഹെഡിങ് ഒക്കെ എഴുതിയാൽ ടപ്പറിന്ന് തീർക്കാം. ട്രേഡിംഗ് P&L അക്കൗണ്ട്, പ്രാക്ടിക്കൽ പ്രോബ്ലം 1 അല്ലേ. സ്റ്റഡി മെറ്റീരിയൽ ഇല്ലുസ്ട്രേഷൻ എത്രയാണെന്ന് പറഞ്ഞ് 26 അല്ല 1 അല്ലല്ലോ. പ്രാക്ടിക്കൽ പ്രോബ്ലം അതാ 4 ഇല്ലുസ്ട്രേഷൻ 26. ഡെബിറ്റ് ക്രെഡിറ്റ്. ദെൻ അടുത്തത് ബാലൻസ് ഷീറ്റ്. മക്കളെ ബാലൻസ് ഷീറ്റ് നോക്കി എഴുതുമ്പോൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്ന 31 മാർച്ച് 2023 അല്ലേ. എൻ്റെ ട്രേഡിംഗ് P&L അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ്. ഇതിൻ്റെ കുട്ടികളല്ല. നിങ്ങൾക്ക് എന്തോ സംഭവിച്ചത് 2023. കാരണം അവരിങ്ങനെയല്ല റെസ്പോണ്ട് ചെയ്യും. നോക്കട്ടെ, ഇതൊക്കെ വരച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ. ബാലൻസ് ഷീറ്റിൽ ഈ സൈഡ് ഏതാ? ലയബിലിറ്റീസ്, മറ്റടുത്ത് അസറ്റ്. വർക്കിംഗ് നോട്ട് നമ്പർ 1 ഏതൊക്കെ ഉണ്ടാ? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. വർക്കിംഗ് നോട്ട് നമ്പർ 2 creditors account. Working note number 3 cash book. Working note number 4 statement of affairs. ഇവിടെ ലയബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഫോർമാറ്റ് ചെയ്താണ് ഒരു ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ്. ഹെഡിങ് മാത്രം മാറും. നമ്മൾ പറഞ്ഞു സിംഗിൾ എൻട്രി ആയതുകൊണ്ട്. ഒരു വരച്ച് കഴിഞ്ഞാൽ പറയും. കഴിയില്ലേ? യെസ്. വേണ്ട, റെക്കോർഡ് ചെയ്യുമ്പോൾ കുട്ടികൾ കേൾക്കട്ടെ. സമയം എടുത്തോട്ടെ. ഒരു റിയാലിറ്റി ഉണ്ടാവില്ല. എനിക്ക് പോസ് ചെയ്യണം. ഇപ്പോൾ പോസ് ചെയ്യണ്ടല്ലോ. യെസ്, തുടങ്ങലേ. നമ്മളെല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു തലക്കെന്ന് ഇങ്ങനെ തുടങ്ങി വരും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കൂ, നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാവുക എങ്ങനെയാണെന്നറിയോ? ഞാൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് അതിൽ ഫുൾ ഫില്ല് ചെയ്യാം. ഓക്കെ അല്ലേ? പക്ഷെ അത് ഫില്ല് ചെയ്യുമ്പോൾ ഞാനിവിടെ പറഞ്ഞു തരുമ്പോൾ എനിക്കെടുത്ത് പറയാൻ പറ്റും ക്വസ്റ്റ്യൻ ഇന്ന സാധനമുണ്ട്, ഇന്ന സാധനമുണ്ട്, ഇന്ന സാധനമുണ്ട്. മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്കത് എന്ത് ചെയ്യില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറ്റില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായ? നിങ്ങൾക്ക് മനസ്സിലായ? ഡെപ്റ്റേഴ്സിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനം ഞാൻ ക്വസ്റ്റ്യൻ എനിക്ക് പെറുക്കി എടുത്തെഴുതാൻ പറ്റും പറയാം. നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, പ്രയാസവും. അപ്പം ഏറ്റവും നല്ലത് ആർക്കും പറ്റുന്നതാണ്. അപ്പം ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കുറച്ച് പണി ഉണ്ടാവും. പക്ഷെ ചെയ്താൽ ആ പാറ്റേൺ ഏറ്റവും
എളുപ്പം. എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്തോളൂ ഇല്ലേ? ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് തന്നെ വായിച്ചോ. ഫസ്റ്റ് ആയിട്ട് ഏതാണ്? ഫർണിച്ചർ അല്ലേ? എത്രയാണ് ഓപ്പണിങ്ങിലുള്ള ഫർണിച്ചർ? 1 lakh. ക്ലോസിങ്ങിലുള്ള എത്രയാ? 1,20,000. ഓക്കെ അല്ലേ? അടിയിലൊരു 20,000 പർച്ചേസ് ചെയ്ത് തന്നിട്ടില്ലേ? അവരത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും. കുഴപ്പമില്ലല്ലോ. ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അസംഷൻ കൊടുക്കണം. എവിടെയാണ് ആ 1 lakh എഴുതുക? നിങ്ങൾ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അല്ലേ? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ശ്രദ്ധിക്കുക, അവിടെ കിടക്കട്ടെ, പിന്നെ എടുക്കാം. അപ്പം എഴുതല്ലേ? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ 4 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എഴുതിക്കോളൂ. ഫസ്റ്റ് ഐറ്റം ഏതാ? ഫർണിച്ചർ. അസറ്റ് സൈഡിൽ ഫർണിച്ചർ. അയ്യോ എൻ്റെ പെന്ന് കയറും. ഫർണിച്ചർ നിങ്ങൾ എഴുതിക്കോട്ടെ. ഫർണിച്ചർ എഴുതിക്കോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഫർണിച്ചർ എത്ര എമൗണ്ട്? 1 lakh. എഴുതിയില്ലേ? അടുത്ത ഏതാണ്? ക്ലോസിംഗ് 1,20,000 അല്ലേ? എവിടെ എഴുതണം? ശരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റ് ഫസ്റ്റ് ഐറ്റം എഴുതിക്കോ. ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ് P&L അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വരച്ച് വെച്ചിട്ടില്ലേ മക്കളെ? ആ ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് ആയിട്ട് എഴുതിക്കോ ഫർണിച്ചർ 1,20,000. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ പേയ്മെന്റ് പർച്ചേസ് ചെയ്ത് ഇപ്പം എഴുതണമെന്നില്ലല്ലോ, താഴത്തില്ലേ? ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ എന്ത് എഴുതണം? എൻട്രി ഉണ്ട്. എന്താ എൻട്രി? ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. അതെവിടെ പോസ്റ്റ് ചെയ്യാം? ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് ഇനി ഉണ്ടാക്കണം? വേണ്ട. ക്യാഷ് അക്കൗണ്ട് എന്ത് എഴുതണം? ബൈ ഫർണിച്ചർ. നമുക്ക് താഴത്തുള്ളതുകൊണ്ട് ഇപ്പോൾ കഷ്ടപ്പെടണ്ട, അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞില്ലേ? അടുത്തേക്കും പറയും. സ്റ്റോക്ക് ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. എവിടെയൊക്കെ എഴുതണം പറഞ്ഞിട്ട് എഴുതിയാൽ പറയൂ. ആദ്യം ട്രേഡിങ്ങിൽ 2 ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000 കഴിഞ്ഞിട്ടില്ല. 20,000 എവിടെയാണ്? ശ്രദ്ധിക്കുക, നിങ്ങൾ എങ്ങോട്ട് എഴുതുന്നത് പോവല്ലേ? ശ്രദ്ധിക്കും. ട്രേഡിങ് 60,000 ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നതല്ലേ? ഇതേ ട്രേഡിങ്ങിൽ എന്ത് എഴുതണം? ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് 60,000 എവിടെ എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഞാൻ ക്ലോസിംഗ് എന്ന് പറയുന്നില്ല, ഏതാണ്? ബാലൻസ് ഷീറ്റ്. ഇനി എവിടെയെങ്കിലും എഴുതണം? എവിടെ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഓപ്പണിംഗിൽ എഴുതണ്ടേ? എടാ, ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എഴുതണം? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലും. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലും. പിന്നെ ട്രേഡിങ്ങിൽ എന്താണ്? 2 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും പറഞ്ഞ് ബൈ ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. 4 സ്ഥലത്ത് എഴുതണം. എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? ഇതൊക്കെ പുതിയ അറിവാണോ? അല്ലല്ലോ, അറിവ് ഉള്ള സാധനങ്ങളല്ലേ? ചെയ്തു. ആദ്യം ട്രേഡിങ്ങിൽ കൊണ്ടുപോയിട്ട് എന്ത് എഴുതാം? 2 ഓപ്പണിംഗ് സ്റ്റോക്ക്. 2 ഓപ്പണിംഗ് സ്റ്റോക്ക്. ഫർണിച്ചർ ഞാൻ എഴുതിയിട്ടില്ല, എഴുതട്ടെ. ഫർണിച്ചർ 1,20,000. ദെൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഫർണിച്ചർ 1 lakh. ദെൻ ട്രേഡിങ്ങിൽ എന്ത് എഴുതണം? 2 ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000. 20 അല്ല ഓപ്പണിംഗ്, സോറി 60 ആണ്. ബൈ സെയിൽസിനുള്ളൊരു സ്പേസ് കൂടെ അല്ലേ? ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 20,000. ഇനി ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 20, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എവിടെ? യെസ്, അതിൽ സ്റ്റോക്ക് 60,000. ഇത്ര എഴുതിയവർ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. 4 സ്ഥലത്ത് എഴുതിയില്ലേ? പ്രതീക്ഷ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റില് അടുത്ത ഭാഗം വായിക്കും. ഏതാ? ഡെപ്റ്റേഴ്സ് നേരെ
ഓപ്പണിങ്ങിലും ക്ലോസിലും ബാലൻസ് ഷീറ്റിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെ ഡെപ്റ്റേഴ്സിന്റെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന്റെ പർപ്പസ് എന്ത് കാണാൻ വേണ്ടിയിട്ടാവും? സെയിൽസ്. ഏത് സെയിൽസ്? ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ അല്ലേ? യെസ്. നോട്ട് എഴുതാം താഴത്ത്. നോട്ട്സ് നമ്പർ 1 എഴുതിക്കോ. ഇപ്പം തന്നെ എഴുതിക്കോ. പ്രിപ്പയർ debtors account. Prepare debtors account to find out എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ? ക്രെഡിറ്റ് സെയിൽസ്. നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നേ പണ്ടത്തെ കുട്ടികളായിട്ടല്ല, എന്തൊരു അകൽച്ചെന്ന് പോലെ എനിക്കത് തോന്നുക. ഇതുണ്ടോ? ദേഷ്യം ഉണ്ടോ? കുറച്ച് ഗ്യാപ്പായിരുന്നു അല്ലേ? ഇൻ്റർവെല്ലാകുന്നതിന് ശരി. പ്രിപ്പയർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് അടുത്ത പോയിന്റ് പ്രിപ്പയർ ഏതാ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് പറയൂ മക്കളെ ക്രെഡിറ്റ് പർച്ചേസ്. Prepare creditors account to find out credit purchase. ഓക്കെ. അപ്പം മാഷ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? ശ്രദ്ധിക്കില്ലേ? ഞാൻ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് എനിക്കൊരു 5 മിനിറ്റ് തരാം നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പം എന്തൊക്കെ ചെയ്യേണ്ടത്? ആദ്യം ഇപ്പോൾ ഡെപ്റ്റേഴ്സ് അല്ലേ ഉള്ളത്? ഡെപ്റ്റേഴ്സ് എവിടെയൊക്കെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ എഴുതണം. വേണ്ടേ? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോ. ഡെപ്റ്റേഴ്സ് ഒന്ന് ശ്രദ്ധിക്കോ. എത്ര എഴുതേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. 1,40,000. എവിടെ ഞാൻ എഴുതാം? ഇന്നർ കോളത്തിൽ. കാരണം ഉണ്ട് അവിടെ സ്റ്റാർ വെച്ചത്. എന്താ? പ്രൊവിഷൻ ഉണ്ട്. ലെസ് എന്ത് എഴുതണം? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. എത്ര ശതമാനം? 10%. എത്ര വരും? 14,000 വരും. ഓക്കെ അല്ലേ? ലെസ് ചെയ്ത് എത്ര വരും? 1,26,000. ശരിയല്ലേ? അല്ലേ? കഴിഞ്ഞിട്ടില്ല, തെറ്റരുത്. ഈ പ്രൊവിഷൻ എവിടെ എഴുതണം? ഡി എൻഡിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്ന സാധനമാണോ? അല്ല, നേരെ പി എൻഡിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം ഒരു പകുതിയോളം ഇത്രയും ഭാഗം ഏതിനിടാം? ട്രേഡിങ്. എന്നിട്ട് ഫസ്റ്റ് ആയിട്ട് എഴുതാം ടു പ്രൊവിഷൻ ഫോർ. ഒരു ചെറിയ ഗ്യാപ്പ് ഇവിടെ വേണം, ശ്രദ്ധിക്കണം. വൈ? എങ്ങാനും ലോസ് ആയി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ എന്ത് ചെയ്യേണ്ടി വരും? ബ്രോഡ് ഓൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 14,000. ഇത്ര എഴുതി കൂടെ? എഴുതും. ആദ്യം നേരെ ബാലൻസ് ഷീറ്റിൽ പോവാം. ഡെപ്റ്റേഴ്സ് എഴുതാം. ആദ്യം ബാലൻസ് ഷീറ്റിൽ പോകുമ്പോൾ ആദ്യം ബാലൻസ് ഷീറ്റിൽ പോകും. എന്നിട്ട് ഡെപ്റ്റേഴ്സ് എഴുതും 1,40,000 മൈനസ് provision for doubtful debt 10%. 14,000. അപ്പോൾ എത്ര ഔട്ടർ കോളത്തിൽ വരാം? 1,26,000. പറഞ്ഞെഴുതി പഠിക്കും. 1,26,000. പ്രൊവിഷൻ നേരെ പി ആൻഡ് എൽ കൊണ്ടുപോയിട്ട് ഡെബിറ്റ് ചെയ്യാം. എഴുതിയില്ലേ? കഴിഞ്ഞ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടതൊക്കെ കഴിഞ്ഞ ധൃതി വിടരുത്, റിലാക്സ്. കഴിഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ? ഇനി എവിടെയൊക്കെ എഴുതണം? ക്ലോസിങ് എഴുതി. ഇനി ഓപ്പണിങ് എവിടെ എഴുതേണ്ടി വരും? ഓപ്പണിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ. നേരെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എടുക്കാം. അവിടെ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സ്. ഇത് ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എത്ര കണ്ട്? 2,50,000 ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് ഇല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തിയല്ലേ? എത്ര ഡെപ്റ്റേഴ്സ് വരാം? ഓപ്പണിംഗ് 1,20,000. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഡെപ്റ്റേഴ്സ് 1,20,000. ഇനി എവിടെയെങ്കിലും എഴുതാണ്ട? ഉണ്ടാ? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ട്. പിന്നെ എന്തിനാ വെച്ചുള്ളത്? അതിൽ അസറ്റുകൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുമ്പോൾ? ഡെബിറ്റിലാണോ എഴുതുക? ക്രെഡിറ്റിലാണോ എഴുതുക? ഡെബിറ്റ് അല്ലേ? എന്ത് പറഞ്ഞ് എഴുതണം? ടു ബാലൻസ് ബ്രോഡ് ഓൺ. എത്ര? 1,20,000 അല്ലേ?
ശ്രദ്ധിക്കണ്ട. എന്നിട്ട് ശ്രദ്ധിക്കൂ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞ് 1,40,000 കൂടെ എഴുതും. ഓക്കെ, എഴുതി. ഡെപ്റ്റേഴ്സ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും എഴുതും. ക്വസ്റ്റ്യൻ വേണ്ടേ? ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചോ. ക്വസ്റ്റ്യൻ നോക്കണേ, ഞാൻ പറയുന്നത് നോക്കി കോപ്പി പേസ്റ്റ് ചെയ്തത്. പതിനാല് മാർക്കിനൊക്കെ ഇങ്ങനത്തെ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, വർത്താണ്. ഇനി അടുത്ത് ഇത് കാണുമ്പോൾ ഇനി അടുത്ത ഞങ്ങളുടെ ആശങ്കയാണ്. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സാർ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, എക്സാമിനൊക്കെ വരുന്നത് നിങ്ങൾ ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യനൊന്നും ആവില്ല. ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും, ഒരു 20% ഒക്കെ ഉണ്ടാവും കാണാത്ത ടൈപ്പൊക്കെ. ഓക്കെ, നമ്മൾ ഒരു 50 മാർക്കൊക്കെ അല്ലേ പ്രതീക്ഷ, 50-60 അല്ലാത്തൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ്ട്രാ പഠിച്ചാൽ മതി. ഞാൻ അല്ല അങ്ങനെ കുറച്ച് ഏറെ ഹെവി ഉള്ളവരൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് തരാം, അയച്ചു തരാം കേട്ടോ. ഓക്കെ, അടുത്ത ഐറ്റം പറയും സൺട്രി ഡെപ്റ്റേഴ്സ് കഴിഞ്ഞു. ഞാൻ അടുത്ത് പറയും പ്രീപെയ്ഡ് എക്സ്പെൻസ്, പിന്നെ ഏതാ സൺട്രി ക്രെഡിറ്റേഴ്സ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടല്ലേ, അല്ലേ? നിങ്ങളെന്തോന്ന് പറയുന്നത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ലേ? നിങ്ങൾ കുറേ പഠിച്ചപ്പോൾ എന്ത് ചെയ്യണം, ആവേശം കുറഞ്ഞു പോയി എന്നുള്ളത് എവിടെ എഴുതണം? എഴുതിയിട്ടില്ലേ? സെയിൽസ് എഴുതണം. ബാലൻസ് ഫിഗർ ഇല്ല. ഇപ്പം നമ്മൾ ഇതിപ്പോൾ ബാലൻസ് ചെയ്യില്ല. ഇനി ഡെപ്റ്റേഴ്സിന് പൈസ കിട്ടിയതില്ലേ, അത് എഴുതാണ്ട് ഇപ്പം ബാലൻസ് ചെയ്താൽ പോകും. ബാലൻസിങ് ഒക്കെ ലാസ്റ്റ്. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിലായിട്ട് എടുത്തിട്ട് എവിടെയൊക്കെ ഇടാൻ പറ്റുമോ അവിടെ ഇപ്പം ബാലൻസ് ചെയ്താൽ കഴിയും. അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻ മാത്രം പറഞ്ഞു തരില്ല. അങ്ങനെയുള്ളൊരു പ്രാക്ടീസ് നമുക്ക് എന്തല്ല പോസിബിൾ ആവില്ല. ഓക്കെ അല്ലേ? നിങ്ങളിപ്പോൾ ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്ലാസ് കാണും. മെജോറിറ്റി ക്ലാസ്സിൻ്റെയും പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഐറ്റംസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് അവർ വരയ്ക്കും. എന്നിട്ട് അതിന് ഇൻഫർമേഷൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ഭാഗം എക്സ്ട്രാക്ട് ചെയ്ത് വെക്കലും. ഓക്കെ അല്ലേ? ഇത് എനിക്ക് കിട്ടിയുള്ളൊരു ജെയ്സ് എന്ന് പറഞ്ഞൊരു ഫാക്കൽറ്റി ഉണ്ട്, ഇവിടെയുള്ള ചെന്നൈ ബേസ്ഡാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ അത് ഇത് എല്ലാം ഞാൻ കണ്ടില്ല. ഇതിൽ പാർട്ട്ണർഷിപ്പിൻ്റെ കുറച്ചൊക്കെ ക്ലാസ്സുകളൊക്കെ ഞാൻ കണ്ടിരുന്നു, CA ഉണ്ട്. അപ്പോഴാണ് അതിൽ എന്ത് ചെയ്ത് ആ ഒരു മെത്തേഡൊക്കെ കിട്ടിയത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ചെയ്യാനുള്ളൊരു പാറ്റേണിലേക്ക് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. യെസ്, എനിവേ അത് കഴിഞ്ഞ് അടുത്ത ഐറ്റം പറയും. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഓരോ ഐറ്റം നോക്കിയിരിക്കും. ഫസ്റ്റ് പിന്നെ അടുത്ത ഐറ്റം എന്താ, പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ, 4,000. അപ്പോൾ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടത് പ്രീപെയ്ഡ് എക്സ്പെൻസ് എവിടെയാണോ, ഓപ്പണിങ്ങിലാണോ ക്ലോസിംഗ് ആണോ? അപ്പോൾ അത് എവിടെ വേണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വേണം അല്ലേ, അസറ്റ് അല്ലേ. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഒക്കെ അസറ്റ് അല്ലേ. നേരെ ബാലൻസ് ഷീറ്റിൽ എഴുതിക്കുക, അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഏത് എക്സ്പെൻസ് ആണെന്ന് അറിയില്ല, ചിലപ്പോൾ ഇൻഷുറൻസ് ആവും. എക്സ്പെൻസ് എത്ര എമൗണ്ട്, 4,000. ശ്രദ്ധിക്കണം കേട്ടോ, എൻ്റെ അടുത്ത് തെറ്റ് വരും ചിലപ്പോൾ. ഓക്കെ, ശ്രദ്ധിക്കണം നിങ്ങൾ. പ്രീപെയ്ഡ് ഇനി എവിടെയാണ് വേണ്ടി വരാം, പ്രീപെയ്ഡ് P&L അക്കൗണ്ടിൽ എഴുതണ്ടേ. പ്രീപെയ്ഡ് ഇൻഷുറൻസിന് എന്താ ചെയ്യേണ്ടത്, ലെസ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നേരെ P&L. അപ്പോൾ എക്സ്പെൻസ് താഴത്തുണ്ടോ, തന്നണ്ടാ ഇല്ല. സൺഡ്രി എക്സ്പെൻസ് അതിനാണ് എക്സ്പെൻസ്, വേറെ ഏതാ എക്സ്പെൻസ് ഉള്ളത്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് പറയുമ്പോൾ ഈ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട പ്രീപെയ്ഡാണ്. എന്ത് ചെയ്യണം, ആ സൺഡേ എക്സ്പെൻസ് 1,40,000 ഇല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ, ആ സൺഡേ എക്സ്പെൻസ് ഞാൻ ഒന്നുകൂടെ പറയും, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞപ്പോൾ അതിൽ കോട്ട് ചെയ്ത് പോകണാണ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഓക്കാക്കാം. ഇപ്പം തൽക്കാലം ഇവിടെ എഴുതണം എന്തെഴുതണം, സൺഡ്രി എക്സ്പെൻസ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നത് നന്നായി, ഒരു സമയം തരാം. സൺഡ്രി എക്സ്പെൻസ് ശ്രദ്ധിച്ചിരിക്കും. എത്ര എമൗണ്ട് വരുന്നു അവിടുത്തെ സൺഡ്രി എക്സ്പെൻസ്, 1,40,000. പറ, പ്രീപെയ്ഡ് ഇത് ഏതാണ്? പ്രീപെയ്ഡ് ക്ലോസിംഗ് ആണോ ഓപ്പണിംഗ് ആണോ? ക്ലോസിംഗ്. നമുക്ക് ഓർമ്മയില്ലേ, എവിടെ മറ്റടുത്ത് സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ പഠിച്ചില്ലേ, അതേ പാറ്റേൺ. ക്ലോസിംഗ് പ്രീപെയ്ഡ് എന്ത് ചെയ്യേണ്ടത്,
ലെസ്സാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പഠിക്കുന്ന ക്ലോസിംഗ് പ്രീപെയ്ഡ് എന്ത് ചെയ്യേണ്ടത്? ലെസ്. അപ്പോൾ ലെസ് ചെയ്യട്ടെ. ലെസ് എന്ത് പറഞ്ഞ് എഴുതണം? ക്ലോസിംഗ് പ്രീപെയ്ഡ്. എത്ര എമൗണ്ട്? 4500 അല്ലേ? അല്ല 4000. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല കേട്ടോ. അടുത്ത അതുമായി ബന്ധപ്പെട്ട ഇനിയൊരു പോയിന്റ് കൂടെ പറയുന്നത് ഏതാ? അൺപെയ്ഡ് എക്സ്പെൻസ്. അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യും, ലെസ് ചെയ്യും. ഏതാണ് ആഡ് ചെയ്യുക? ക്ലോസിങ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓപ്പണിങ് എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ആഡ് പറയട്ടെ. ക്ലോസിങ് പറയും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എത്ര? ക്ലോസിങ് 20,000. ലെസ് ഏതാ? ഓപ്പണിങ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എത്രയാ? 12,000. ചെയ്ത് കാണിച്ചോളാം പെട്ടെന്ന്. എത്ര വരും ടോട്ടലാണ്? 1,44,000. നിങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണം. ഇത് ഓർക്കുന്നില്ലേ? ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ കണ്ടത് എന്താണ്? ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് അല്ലേ? സാലറി വേജസ് ഒക്കെ ഔട്ട്സ്റ്റാൻഡിങ് വന്നാൽ ആഡ് അല്ലേ? അത് ഏതാണ്? ക്ലോസിങ് മാത്രമാണ്. ഓപ്പണിംഗ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. പ്രീപെയ്ഡ് ക്ലോസിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ലെസ്സാണ് ചെയ്യണം. ഓപ്പണിംഗ് തന്നിരുന്നെങ്കിൽ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വന്നു? 1,44,000. ക്ലിയർ ആണോ? എഴുതിക്കോ. P&L അക്കൗണ്ട് 2 സൺഡ്രി എക്സ്പെൻസ് 1,40,000. ഇനിയുണ്ട് കേട്ടോ കുറേ സ്ഥലത്ത് എഴുതേണ്ടത്. മൈനസ് ക്ലോസിംഗ് പ്രീപെയ്ഡ്. ക്വസ്റ്റ്യൻ നോക്കി എഴുതിയാൽ നന്നായി. ക്വസ്റ്റ്യൻ നോക്കി എഴുതിയാൽ നന്നായി. ബോർഡിൽ നോക്കാതെ ക്വസ്റ്റ്യൻ നോക്കി പകർത്തിയാൽ നന്നായി. ഇതൊന്നും നമുക്ക് കറക്റ്റ് തന്നെ ലെവലിലേക്ക് 44,000 വരുന്നില്ല. കഴിഞ്ഞില്ലേ? ഇനി ഇതെവിടെയൊക്കെ കാണിക്കണം? ക്ലോസിംഗ് പ്രീപെയ്ഡ് ഒരു അസറ്റ് അല്ലേ? അത് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? അസറ്റ് സൈഡ് കാണിക്കണം. കാണിച്ചിട്ടുണ്ട് ഇല്ലേ? കാണിച്ചില്ലേ? കാണിച്ചു. ഇനി ഈ രണ്ടെണ്ണം, ഇത് രണ്ടും ലയബിലിറ്റി ആണ് അല്ലേ? അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എവിടെ കാണിക്കണം? നമ്മുടെ ബാലൻസ് ഷീറ്റിലും. ഓപ്പണിംഗ് എവിടെ കാണിക്കണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് കാണിച്ചു. ലയബിലിറ്റി സൈഡിൽ എഴുതാം. നോക്ക്, ലയബിലിറ്റിയിൽ എന്തിനുള്ള സ്പേസ് വിടണം? ക്യാപിറ്റലും പ്രോഫിറ്റ് ആഡ് ചെയ്യാനും ഡ്രോയിങ്സ് 3-4 ലൈൻ വിട്ടിട്ട് എഴുതി മതി. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 20,000. ക്ലോസിംഗ് എന്ന് എഴുതണമെന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ചെയ്യാം. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലും ലയബിലിറ്റി സൈഡിൽ എഴുതാം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 12,000. എഴുതിയില്ലേ? ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി വേറെ ഏതെങ്കിലും സൈഡിലുണ്ടോ? എല്ലാം ഇല്ലേ? ഉറപ്പല്ലേ? ഓക്കെ. ഇനി പേയ്മെൻറ്റ് നടത്തുന്ന എവിടെ എഴുതാനുണ്ട്? ക്യാഷ് ബുക്കിൽ എഴുതാനുണ്ട്. ഞാനവിടെ നമ്മൾ ഇനി വായിക്കുക, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാൻ പ്രശ്നമല്ല. പക്ഷേ ക്യാഷ് ബുക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ട് ചെല്ലും. ഓക്കെ. അടുത്തായിട്ട് ഏതാ? എക്സ്ക്യൂസ് മീ, അടുത്തായിട്ട് ഏതാ? ശ്രദ്ധിച്ച് വായിക്കണം. പ്രീപെയ്ഡ് കഴിഞ്ഞാൽ അടുത്ത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജമ്പ് ചെയ്ത് നമ്മളല്ലേ. പക്ഷെ ക്രെഡിറ്റേഴ്സ് വിടരുത്. ക്രെഡിറ്റേഴ്സിൻ്റെ പ്രത്യേകത 40,000. ഏത് മാത്രമേ തന്നിട്ടുള്ളൂ? ഓപ്പണിംഗ് മാത്രമേ. ഏതില്ല? ക്ലോസിംഗ് ഇല്ല. ഒന്നുകൂടെ റെസ്പോൺസ് പ്ലീസ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഒന്ന് പറഞ്ഞ്. ക്രെഡിറ്റേഴ്സ് എത്ര?
40. ഞാൻ ഡെല്ലായി, സത്യത്തിൽ ഞാൻ ഡെല്ലായി. ഒന്നുകൂടെ റെസ്പോണ്ട് ചെയ്യും. സൺഡേ ക്രെഡിറ്റേഴ്സ് എത്ര? 40. ഇതിന് ഇങ്ങനത്തെ റെസ്പോണ്ട് ഒന്നല്ല ഉണ്ടാവുക. നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി കാണിക്കും. സൺഡേ ക്രെഡിറ്റേഴ്സ് എത്ര? 40,000. ക്ലോസിങ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ പർപ്പസ് എന്താ? ക്ലോസിങ് കാണില്ല. എന്ത് കാണില്ല? ക്ലോസിങ് കാണില്ല. ഓക്കെ അല്ലേ? മനസ്സിലായി. ഈ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് എവിടെ എഴുതേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ പോയിക്കോ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലേക്ക് പോയിക്കോ, എഴുതിക്കോളൂ. ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് 40,000. 40,000. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഇനി എവിടെ എഴുതണം? ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലേ, അതിൽ ഓപ്പണിംഗ് ആണ്. എവിടെ എഴുതണം? ലയബിലിറ്റി ആയതുകൊണ്ട് ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 40,000. ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 40,000. എഴുതിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. അൺപെയ്ഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ സാധനം ഏതാ? ക്യാഷ്. ക്യാഷ് എവിടെയൊക്കെ എഴുതേണ്ടി വരും? ഓപ്പണിംഗ് അഥവാ എവിടെ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എഴുതണം. പിന്നെ എവിടെയാണ്? ക്ലോസിംഗ് എവിടെ എഴുതണം? ബാലൻസ് ഷീറ്റ് എഴുതണം. കഴിഞ്ഞിട്ടില്ല. ക്യാഷിൻ്റെ എന്ത് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓപ്പണിംഗ് ടു ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞ് എഴുതണം. ബൈ ബാലൻസ് ക്യാരി. 4 സ്ഥലത്ത് എഴുതണ്ടേ? എഴുതിക്കും. ആദ്യം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ പോവാം. എന്നിട്ട് ക്യാഷ് എന്തെന്ന് പറഞ്ഞാൽ ക്യാഷ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതേതാ? ക്യാഷ് ഇൻ ഹാൻഡ് ആണോ ക്യാഷ് ഇൻ ബാങ്ക് ആണോ? ഏതോ അറിയില്ല. ഓക്കെ അല്ലേ? തൽക്കാലം ഇപ്പോൾ നമുക്ക് ഏതായിട്ട് എടുത്താൽ മതി? ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് എടുത്താൽ മതി. യെസ്. അപ്പോൾ എമൗണ്ട് വരുന്നത് എത്ര? ഓപ്പണിങ്ങിൽ 22,000, ക്ലോസിങ്ങിൽ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് 6,000. ഓക്കെ, എഴുതിയില്ല. അപ്പം കഴിഞ്ഞില്ലേ? ക്യാഷിൻ്റെ കാര്യം തീരുമാനമായില്ല. എല്ലായിടത്തും എഴുതിയില്ല. ഞാൻ എഴുതിയാ വിട്ടുപോയാ? ഇല്ല, ക്യാഷ് ഓപ്പണിങ്ങിൽ എഴുതിയില്ല. എന്ത് പറഞ്ഞ് എഴുതണം? ടു ബാലൻസ് ബ്രോഡ് ഓൺ. എമൗണ്ട് എത്ര? 22,000. എഴുതിയാ നിങ്ങൾ? ബൈ ബാലൻസ് ക്യാരി ഡൗൺ 6,000. ടു ബാലൻസ് ബ്രോഡ് ഓണും ബൈ ബാലൻസ് ക്യാരി ഡൗൺ എഴുതി. ഇതുവരെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എഴുതിയിട്ട് കുറച്ച് ചാനലുണ്ട്. മനസ്സിൽ ചാനൽ ആലോചിക്കുക, പോസ്റ്റ് ചെയ്യാം. നോക്കാം. വിട്ടുപോയിട്ടില്ല ഇതുവരെ? ഉറപ്പല്ലേ? റിസീപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. അടുത്തത് കണ്ടാ? ഓക്കെ. എന്താ ഇതിൻ്റെ ചാനൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ്. എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ചെയ്യല്ലേ? ഓക്കെ, മനസ്സിൽ എൻട്രി മതി. അപ്പോൾ ക്യാഷ് ബുക്കിൽ എന്ത് എഴുതണം? ടു ഡെപ്റ്റേഴ്സ്, എമൗണ്ട് 4,20,000. ടു ഡെപ്റ്റേഴ്സ് 4,20,000. ഡെപ്റ്റേഴ്സിൽ എന്ത് എഴുതണം? ബൈ ക്യാഷ് 4,20,000. ഓക്കെ അല്ലേ? ഇപ്പോഴും ഡെപ്റ്റേഴ്സ് ബാലൻസ് ചെയ്യണ്ട. കാരണം ഇനി എന്ത് വരാം? ബാഡ് ഡെറ്റ് വരാം, ഡിസ്കൗണ്ട്, റിസീവ്ഡ് അലൗഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, റിട്ടേൺ ഉണ്ടാവും. അതൊക്കെ ഡെപ്റ്റേഴ്സിന് എന്ത് ചെയ്യും? ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യനൊന്നുമില്ല. എന്തായാലും ഒക്കെ കഴിഞ്ഞിട്ട് മതി, റിസ്ക് എടുക്കണം. അടുത്ത എൻട്രി എന്താ? പേ ടു ക്രെഡിറ്റേഴ്സ് അല്ലേ? ജേണൽ എൻട്രി എന്താ പറയും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പൊ ആദ്യം ഏത് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം? ക്രെഡിറ്റേഴ്സ്, ക്യാഷിലല്ല. നമ്മുടെ പാറ്റേൺ എപ്പോഴും ശ്രദ്ധിക്കാം. രണ്ട് ഇതായാലും ഒന്നല്ലേ ആണ്. പക്ഷെ ഡെബിറ്റുള്ള അക്കൗണ്ടിൽ പോയിട്ട് ആദ്യം എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്ത് പഠിക്കാം.
ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് എന്ത് എഴുതാം? 2 ക്യാഷ്. എമൗണ്ട് എത്രയാ? 2 lakhs. ക്യാഷില് ബൈ ക്രെഡിറ്റേഴ്സ് 2 lakhs. അടുത്ത ഐറ്റം ട്രാൻസ്പോർട്ടേഷൻ. എന്താ ജേണൽ എൻട്രി? ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് ഉണ്ടാ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ നിന്ന് പിന്നെ അത് എങ്ങോട്ടാ പോവാ? ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിൽ 2 ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതിയിട്ടുണ്ടല്ലേ? ഇനി പർച്ചേസ് ചെയ്താലുള്ള സ്ഥലമല്ലേ? ഒരു 2-3 ലൈൻ വിട്ടിട്ട് എന്തെഴുതും? 2 ട്രാൻസ്പോർട്ടേഷൻ. 2 ട്രാൻസ്പോർട്ടേഷൻ. ട്രേഡിംഗിൽ 2 ട്രാൻസ്പോർട്ടേഷൻ 40,000. സംശയമില്ല, ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? 40,000. ഇനി നമ്മുടെ ജേണൽ എൻട്രി കോസ്റ്റ് എന്താ? ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ടിൽ പരിപാടി കഴിഞ്ഞു. നേരെ ക്യാഷിൽ എന്ത് എഴുതണം? ബൈ ട്രാൻസ്പോർട്ടേഷൻ. ബൈ ട്രാൻസ്പോർട്ടേഷൻ 40,000. നമുക്കൊന്ന് 4 ക്വസ്റ്റ്യൻ നമ്മളെ ടാർഗറ്റ് ഇടാം. അതോടെ ചാപ്റ്റർ ഒന്ന് തീർക്കും. അടുത്തതാ ഡ്രോയിങ്സ് 1 lakh. ആർക്കാണ് ഡ്രോയിങ്സിന്റെ എൻട്രി അറിയാത്തത്? ആർക്കില്ല. എൻട്രി എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ അതേ ക്യാഷ് ബുക്കിൽ എന്ത് എഴുതണം? ബൈ ഡ്രോയിങ്സ്. എമൗണ്ട് 1,20,000. 1,20,000. 1,20,000. ഓക്കെ, ഡ്രോയിങ്സ് എവിടെ നിന്ന് ലെസ് ചെയ്യണം? ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഇത് വരുമോ? ഇല്ല, അത് ഇപ്പം നടന്നതാണ്, ഈ പീരീഡിൽ നടന്നതാണ് ഡ്രോയിങ്സ്. അപ്പം നേരെ ബാലൻസ് ഷീറ്റിൽ അറിയാലോ, ക്യാപിറ്റൽ അറിയില്ല, പക്ഷേ എഴുതിക്കോളൂ ക്യാപിറ്റൽ എഴുതാം. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഏറ്റവും ടോപ്പിൽ എഴുതിക്കും. മോനെ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ക്യാപിറ്റൽ ഏറ്റവും ടോപ്പിൽ കണ്ട എമൗണ്ട് പിന്നെ എഴുതാം. ലെസ് ഏതാ? ഡ്രോയിങ്സ്. അതാണ് ഇത്ര എമൗണ്ട് 1,20,000. 1,20,000. ഇനി പ്രോഫിറ്റ് ആഡ് ചെയ്യാണ്ട് അവിടെ നിൽക്കട്ടെ അല്ലേ? കഴിഞ്ഞില്ലേ? ഡ്രോയിങ്സ് എല്ലായിടത്തും ആയില്ലേ? ക്യാഷിൽ പോസ്റ്റ് ചെയ്ത് കാണിച്ചു. അടുത്ത ഐറ്റം പറയും സൺഡ്രി എക്സ്പെൻസ്. ഓൾറെഡി നമ്മൾ ഡീൽ ചെയ്താണ്, പക്ഷേ അതിൻ്റെ എൻട്രി നമ്മൾ പാസ് ചെയ്തിട്ടില്ല. എൻ്റെ എൻട്രി സൺഡ്രി എക്സ്പെൻസ് അക്കൗണ്ട് ടു ക്യാഷ്. എന്നിട്ട് സൺഡ്രി എക്സ്പെൻസിന് എവിടെ കാണിച്ചിട്ടുണ്ട്? P&L കാണിച്ചിട്ടുണ്ട്, പക്ഷേ എവിടെ കാണിച്ചിട്ടില്ല? ക്യാഷിൽ. അപ്പോൾ ക്യാഷിൽ എന്ത് പറഞ്ഞു എഴുതണം? ബൈ സൺഡ്രി എക്സ്പെൻസ്. ബൈ സൺഡ്രി എക്സ്പെൻസ് എമൗണ്ട് എത്രയാ? 1,40,000. ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് 2 പാർട്ട് വീഡിയോ ഉണ്ട്. പഴയ വീഡിയോ 3-4 കൊല്ലം മുന്നേ, 5 കൊല്ലം 4 കൊല്ലമായിട്ടായിരുന്നു. അപ്പോൾ അന്ന് കിട്ടാത്തവരൊക്കെ എന്ത് ചെയ്യാം? അന്ന് കിട്ടാത്തവർ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം അന്ന് ഇതിനെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളിത് പാസ്സാവാനുള്ളവരാണോ അല്ലാത്തവരാണോ എന്നുള്ളത് നിങ്ങളെങ്ങനെ ആലോചിച്ചാൽ മതി. അന്നത്തെ ഏത് സബ്ജക്റ്റാണെങ്കിൽ അന്നത്തെ ടോപ്പിക് അന്ന് കിട്ടാത്തവർ അന്ന് എന്നെയോ അല്ലെങ്കിൽ ആരെയോ നിങ്ങളെ വല്ലവരും കോണ്ടാക്ട് ചെയ്ത് ഏതടുത്ത് സിംഗിൾ എൻട്രി അതെങ്ങനെയുണ്ട്, അത് ഇങ്ങനെയാണ്, ഇന്ന രീതിയിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എൻക്വയറി ചെയ്യുകയോ മറ്റൊക്കെ ചെയ്താൽ ആരോ 1-2 പേരിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കും. അത് കണ്ടിട്ട് എന്ത് ചെയ്യാം? കുറേ ഗ്യാപ്പ് കിട്ടിയതല്ലേ, പല ലീവുകളായിട്ടും. അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കാനും അല്ല, നിങ്ങൾ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, നിങ്ങളതിനെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല ആളുകൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒന്നും പറയില്ല. പിന്നെ ഏതാ സൺഡേ എക്സ്പെൻസ് എഴുതിയില്ലേ? കഴിഞ്ഞ പരിപാടി ഒരെണ്ണം ഇല്ല. ഏതാ? ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. പോസ്റ്റ് ചെയ്തിട്ടുണ്ടാ? ഇല്ല. എൻട്രി എന്താ? ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ക്യാഷിൽ എന്ത് എഴുതണം? ബൈ ഫർണിച്ചർ. 20,000. ബൈ ഫർണിച്ചർ 20,000. ഇത് കഴിയാൻ പോകണം, പരിപാടികളൊക്കെ വരും. പക്ഷെ അതെല്ലാം നമ്മൾ സെറ്റാക്കിയെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി നമുക്ക് ഓരോ അക്കൗണ്ട് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം? പോസ്റ്റ് ബാലൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അക്കൗണ്ട് ഏതാ? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ 1 നിങ്ങളൊന്ന് ലോജിക്ക് അപ്ലൈ ചെയ്ത് നോക്കും മക്കളെ. ലോജിക്കലി ഇതിനെന്ത് ചെയ്യാം? നേരിടാം.
നമുക്ക് 1,20,000 രൂപ തരാനുണ്ടായിരുന്നു ഒരാൾ ഓപ്പണിങ്ങിൽ. ഇപ്പൊ അത് എത്രയായിട്ടുണ്ട്? 1,00,000. അതിൻ്റെ ഇടയിൽ അയാൾ എത്ര തന്നിട്ടുണ്ട്? 4,20,000. അതിന്റെ മീനിങ് എന്താ? 1,20,000 തരാനുള്ള ആൾക്ക് ഭ്രാന്തുണ്ടോ 4,20,000 തരാൻ? ഇല്ലല്ലോ. കോമൺ സെൻസ് അപ്ലൈയിലൂടെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു സെയിൽസ് വീണ്ടും നടന്നിട്ടുണ്ടാവില്ലേ? സെയിൽ ചെയ്ത എൻട്രി എന്താ? ക്രെഡിറ്റ് സെയിൽ ചെയ്ത ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു സെയിൽസ്. അപ്പൊ ഇതിൽ എന്തെഴുതണം? ടു എന്തെഴുതേണ്ടി വരും? സെയിൽസ് അല്ലേ? യെസ്, അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. വെയിറ്റ് അല്ലെങ്കിൽ ഇത് ടോട്ടൽ ചെയ്യാം. ക്രെഡിറ്റിൽ എത്ര ഉള്ളത്? 4,20,000. 1,40,000 ആഡ് ചെയ്ത് എത്ര വരും? 5,60,000 അല്ലേ? 5,60,000 1,20,000 പോയാൽ എത്ര വരും? 4,40,000. ശ്രദ്ധിക്കണം, ഞങ്ങൾ ഇതിന് പ്രത്യേകം എഴുതണം. എന്താണ്? ബാലൻസിങ് ഫിഗർ. ഇനി ഒന്ന് ലോജിക്കലി അപ്ലൈ ചെയ്തു. വെയിറ്റ് എങ്ങണ്ടായി തിരക്കൂടുന്നത്. ഇനി ഒന്ന് നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്ക്. നമുക്ക് 1,20,000 ഒരാൾ തരാനുണ്ടായിരുന്നു. വീണ്ടും അയാൾക്ക് എത്ര രൂപ സെയിൽ ചെയ്തു? 4,40,000. അപ്പൊ ടോട്ടൽ എത്ര വന്നു? 5,60,000. അതിൽ എത്ര അയാൾ തന്നു? 4,20,000. ഇനി എത്ര തരാനുണ്ട്? 1,40,000. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? യെസ്. ഇതിൽ നമുക്ക് വേണ്ട സാധനം ഏതാ? സെയിൽസ്. കിട്ടിയില്ലേ? സെയിൽസ് കിട്ടി. ഈ സെയിൽസിന് ഇവിടെ എഴുതാനുള്ളതാണ്. ട്രേഡിങ്ങിൽ സെയിൽസ് എഴുതിയിട്ടില്ല, അവിടെ കൊണ്ടുപോയിട്ട് എഴുതാനുള്ളതാണ്. 4,40,000 അല്ലേ? ബൈ സെയിൽസ് എത്രയാണ്? 4,40,000. ഇത്രയും ചെയ്യും. ഞാൻ ചെയ്ത പോലെ ഇതിന് ആദ്യം തന്നെ ഈ 4,40,000 കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാ ഇത് ചെയ്ത് പഠിക്കും. ഇത് ആഡ് ഇത്. അപ്പോൾ 5,60,000 1,20,000 ലെസ് ചെയ്ത് ബാലൻസിങ് ഫിഗർ ആണ് സെയിൽസ്. നമുക്ക് സ്പെസിഫിക്കലി എഴുതി വെക്കും. ചെയ്ത് പഠിക്കുക, അല്ലാതെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ. സെയിൽസ് കിട്ടിയാൽ നേരെ ട്രേഡിങ്ങിൽ കൊണ്ടുപോയിട്ട് എഴുതാൻ മറക്കണ്ട. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ഇനി ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഏത് ബാലൻസ് ചെയ്യാം? ക്രെഡിറ്റേഴ്സ് അല്ലേ? ക്ലിയർ? അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ എങ്ങനെ ഇതുപോലെ ബാലൻസ് ചെയ്യും? വിച്ച് വൺ ഈസ് ഹയർ ഏതാം? സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ, ബട്ട് ദർ ഈസ് എ ലോജിക്. എത്ര ഇവിടെ വരാം? 2 lakhs. ഇവിടെ എത്ര വരും? 2 lakhs. ഓക്കെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 40,000 രൂപയാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കാറുള്ളത്. എന്നിട്ട് എത്ര കൊടുക്കുന്ന ആൾക്ക്? 2 ലക്ഷം. എന്താ അങ്ങനെ? അതിനിടയിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും? 1,60,000. എന്ത് പറഞ്ഞു എഴുതണം? ബൈ പർച്ചേസ്. പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി ആലോചിച്ചാൽ പോരെ? ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ടു ക്രെഡിറ്റ്. പ്രത്യേകം എഴുതണം ബാലൻസിങ് ഫിഗർ. ചെയ്തു. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്ലോസിങ് എഴുതിയിട്ടില്ലേ? ആ, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടോ? എത്ര? ഓക്കെ, ഗ്രേറ്റ്. യെസ്. അവിടെ ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. എത്ര കേട്ടോ? എത്ര ഉള്ളത്? 2,30,000. യെസ് മക്കളെ. അപ്പം നമ്മൾ എഴുതിയിട്ട് ചെറിയൊരു മാറ്റമുണ്ട്. ക്രെഡിറ്റ് പർച്ചേസ് ഓൾറെഡി തന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ കാണാത്തൊരു വായിച്ച് അതർ ഇൻഫർമേഷൻ വായിക്കും. ദർ വർ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ക്യാഷ് സെയിൽസ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അവിടെ എന്തുണ്ട്? ക്യാഷ് സെയിൽസ് ഉണ്ട്. ക്യാഷ് സെയിൽസ് എവിടെ നിന്നാണ് കിട്ടുക? ക്യാഷ് ബുക്കിൽ. ഓക്കെ അല്ലേ? ക്യാഷ് ബുക്ക് എന്തായാലും ഡെപ്റ്റേഴ്സിന് കിട്ടുമല്ലോ? ഇല്ല. അപ്പം അടുത്ത നോട്ട് എഴുതിക്കോ. നോട്ട് നമ്പർ 2. The question says that there were considerable amount of cash sales.
the question says that there were considerable amount of cash sales. അതിൻ്റെ മീനിങ് എന്താ പറഞ്ഞത്? ഇവിടെ ക്യാഷ് സെയിൽ ഉണ്ട് കേട്ടോ എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ മീനിങ് എന്താണ്? ക്യാഷ് സെയിൽസ് ഇവിടുന്ന് കിട്ടണം. എന്തായാലും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് എന്ത് കിട്ടൂല? ക്യാഷ് സെയിൽസ് കിട്ടില്ല. ഏത് കിട്ടുള്ളൂ? നമ്മൾ ഓൾറെഡി മോളിൽ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് കിട്ടുള്ളൂ? ക്രെഡിറ്റ് സെയിൽസ് കിട്ടുള്ളൂ. അപ്പോൾ ക്യാഷ് സെയിൽസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക? ഓക്കെ, എപ്പോഴും ക്യാഷ് സെയിൽസ് ക്യാഷ് ബുക്കിൽ നിന്ന് കിട്ടണമെന്ന് നിർബന്ധമല്ല. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് തരും? ക്യാഷ് സെയിൽസ് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേറെ എക്സ്പെൻസ് ആവും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ക്യാഷിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. ക്യാഷ് ബുക്കിൽ നിന്ന് ഇന്നതെന്ന് കിട്ടണമെന്നില്ല. ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യും? മാറും. അപ്പോൾ ഇതിൽ എഴുതി വെക്കാം, ഇറ്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് എഴുതാം. ഹൈഫട്ട് ഇറ്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട്, സെയിം നോട്ട് തന്നെ, ഫ്രം ഏത് ബുക്കാണ്? ക്യാഷ് ബുക്ക്. ഇറ്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ഫ്രം ക്യാഷ് ബുക്ക്. That is balancing figure of cash book. എഴുതി വെക്കാം, balancing figure of cash book will be എന്തായിരിക്കും? Cash sales. Balancing figure of cash book will be cash sales. അപ്പോൾ അത് നോട്ട് ചെയ്യണം. ദെൻ ക്വസ്റ്റ്യൻ്റെ ബാക്കി വായിക്കും പ്ലീസ്. ക്രെഡിറ്റ് പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ എമൗണ്ട് 2,30,000. മക്കളെ ജേണൽ ആലോചിക്കുക. എന്താ ജേണല്? ക്രെഡിറ്റ് പർച്ചേസ് ഇതാ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഓക്കെ, അപ്പം നേരെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ പർച്ചേസ്. എത്ര എമൗണ്ട്? 2,30,000. 2,30,000. മക്കളെ ഈ പർച്ചേസ് എവിടെ എഴുതണം? ട്രേഡിങ്ങിൽ. മറക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ എഴുതിപ്പോ. ട്രേഡിങ്ങിൽ എന്ത് കിട്ടി? പർച്ചേസ് കിട്ടി. 2 ഓപ്പണിംഗ് സ്റ്റോക്കിന് താഴെ 2 പർച്ചേസ് 2,30,000. 2 പർച്ചേസ് 2,30,000. അപ്പൊ അടുത്ത ചോദ്യം, ഇവിടെ ക്യാഷ് പർച്ചേസ് ഉണ്ടാവോ? എന്തെങ്കിലും ഹിന്റ് തന്നിട്ടുണ്ടാവും? ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ സെയിൽസ് എഴുതുമ്പോൾ 4,40,000 അല്ലേ എഴുതിയിട്ടുള്ളത്? അത് മാത്രമല്ല, അവിടെ ഏതും കൂടെ ഉണ്ട്. ഏതുണ്ട്? ഓക്കെ, അപ്പൊ ബ്രാക്കറ്റിന്റെ ഇവിടെ സെയിൽസ് എഴുതിയില്ലേ? ഇതിന്റെ ബ്രാക്കറ്റിന്റെ ഏത് സെയിൽസ് ആണ്? ക്രെഡിറ്റ്. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ. അപ്പൊ ബ്രാക്കറ്റ് എഴുതി വെച്ചാണ് ക്രെഡിറ്റ്. ഓക്കെ, ഇനി ഒരു സാധനം കൂടെ എഴുതാണ്ട്. ഏതാ? ക്യാഷ്. ഇനിയിപ്പോ ഇവിടെ സ്ഥാനം അടിയിൽ ബൈ സെയിൽസ് ബ്രാക്കറ്റ് എഴുതിയത് ക്യാഷ് എഴുതിയത്. ഓക്കെ അല്ലേ? ക്യാഷ് എന്ന് എങ്ങനെ മനസ്സിലായി? ക്വസ്റ്റ്യന്റെ ഹിന്റ് തന്നതാ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫുൾ ഏതാന്ന് വിചാരിച്ചാൽ മതി. ബിസിനസ്സിൽ കൂടുതലും നടക്കുക ഏതാണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആവില്ല. ഏതായിരിക്കും? ക്രെഡിറ്റ് ആവും. ഓക്കെ, പിന്നെ ഇവിടെ നെസ്റ്റോ, ലുലു, ഇവിടെയൊക്കെ സെയിൽസ് എന്തായിരിക്കും? ഫുള്ള് ക്യാഷ് ആയിരിക്കും. അറിയാം, ക്യാഷ് വിച്ച് മീൻസ് ബാങ്ക് ആണ്. ഓക്കെ, നമുക്ക് ഇതൊന്നും തീരുമാനമാക്കാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഇനി വല്ലതും ഉണ്ടോ ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട്? ഇല്ലല്ലോ. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ ബാലൻസ് കാണും. കണ്ടേ? ഓക്കെ, യെസ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എക്സ്ക്യൂസ് മീ, ക്രെഡിറ്റേഴ്സിന് ഓപ്പണിങ്ങേ തന്നിട്ടുള്ളൂ. ഇതേ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഡെപ്റ്റേഴ്സിന് അങ്ങനെയല്ലല്ലോ. ഓപ്പണിംഗ് തന്നിട്ടുണ്ടായിരുന്നു, ക്ലോസിംഗ് തന്നു. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ പർപ്പസ് എന്ത് കാണല? ക്രെഡിറ്റ് സെയിൽസ് കാണണമെങ്കിൽ ഇവിടെ ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് പർച്ചേസ് കാണാനല്ല. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് കാണലാണ്? ക്ലോസിംഗ് ബാലൻസ് കാണണം. ഓക്കെ അല്ലേ? അപ്പം ഇനി ബാലൻസ് ചെയ്തു. എത്ര വരും? വിച്ചോരീസ് ഹയർ ഏതാണ്? 2,70,000. ഇവിടെ 2,70,000 എഴുതി. 70,000 എന്ത് പറഞ്ഞ് എഴുതണം? പറഞ്ഞേ. ഇവിടെ ബൈ ബാലൻസ് ബ്രോഡ് ഓൺ ആണെങ്കിൽ 2 ബാലൻസ് ക്യാരിഡ് ഓൺ. ക്ലോസിംഗ് ബാലൻസ് പ്രത്യേകം എഴുതി ബാലൻസ് ഫിഗർ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അങ്ങനെ എഴുതല്ല, ആദ്യം ബാലൻസ് ചെയ്യും. വിച്ച് ഈസ് ഹയർ? ഏതാ? ക്രെഡിറ്റിലുള്ള
40യും 2,30,000 കൂടെ ആഡ് ചെയ്യുക, 2,70,000 വരും. 2,70,000 വരും. 2 lakh എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 70,000 വരും. മക്കളെ ഈ 70,000 എവിടെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ. ലയബിലിറ്റി സൈഡിൽ ബാഗ് കൊണ്ടിട്ട് എഴുതിക്കോ. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 70,000. ഓക്കെ, ഇനി അടുത്തേതാണ്? അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തീരുമാനമായി, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തീരുമാനമായി. ഇതിലൊക്കെ എല്ലായിടത്തും ഇല്ലേ? നോക്കട്ടെ, വെറുതെ ചെക്ക് ചെയ്യാം. ഓപ്പണിങ് 40,000 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എഴുതിയിട്ടില്ലേ? ക്രെഡിറ്റേഴ്സിന്റെ പർച്ചേസ് 2,30,000 ട്രേഡ് അക്കൗണ്ടിൽ എഴുതിയിട്ടില്ലേ? പിന്നെ ക്യാഷിന്റെ എമൗണ്ടിൽ എഴുതിയിട്ടില്ലേ? എഴുതി കാണല്ലോ. ഉണ്ട്, സോറി 2 lakh. ഓക്കെ, വെറുതെ ചെക്ക് ചെയ്യാം. പിന്നെ അത് നേരെ ബാലൻസ് ഷീറ്റ്. നമ്മൾ ക്യാഷ് ബുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്ത് കിട്ടുന്ന ബാലൻസ് ഫിഗർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ക്യാഷ് ബുക്കിന്റെ പർപ്പസ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ത് കാണണം? ക്യാഷ് സെയിൽസ്. അപ്പോൾ ക്യാഷ് ബുക്കിന്റെ ബ്രാക്കറ്റ് എഴുതിക്കോ. ബ്രാക്കറ്റ് എഴുതി ടു ഫൈൻഡ് ഔട്ട് എന്ത് കാണാനാണ്? ക്യാഷ് സെയിൽസ്. ടു ഫൈൻഡ് ഔട്ട് ക്യാഷ് സെയിൽസ്. വേഗം ബാലൻസ് എവിടെ കൂടുതൽ ഉണ്ടാവാം? ക്രെഡിറ്റില് അല്ലേ? ക്രെഡിറ്റിലെ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എത്ര വരും നോക്കൂ. ക്രെഡിറ്റ് ടോൺ ചെയ്താൽ എത്ര വരും നോക്കൂ. സ്പീഡാക്കി. എത്ര? 5,26,000 ടോട്ടൽ വരും. ഓക്കെ, നേരിൽ എന്ത് ചെയ്യാം? ഡെബിറ്റിലുള്ള ഈ 2 ഐറ്റവും ലെസ് ചെയ്യും. -22,000 -4,20,000 എത്ര വരും? 84,000. ഇതിന്റെ പേരെന്താ? എന്താ സംഭവം? സെയിൽസ് ആണ്. ഏത് സെയിൽസ്? ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽ ഉണ്ടായാലും ഞാനുണ്ട് എന്നതാ. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. അപ്പോൾ എന്ത് എഴുതണം? ടു സെയിൽസ്. പ്രത്യേകം എഴുതിയേക്കണം. ബാലൻസിങ് ഫിഗർ. കഴിഞ്ഞ പരിപാടി. ഓക്കെ, ഇതെവിടെ കൊണ്ടുപോയിട്ട് എഴുതണം ഇനി? സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വേണ്ടേ? യെസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ സെയിൽസ് അല്ലേ? ഓൾറെഡി ക്യാഷ് എഴുതിയത്. പിന്നെ ക്രെഡിറ്റ് എഴുതാം. എത്രയാണ്? 84,000. 84,000 ശരിയാ? തെറ്റിയ? ക്യാഷ് എഴുതിയിട്ടില്ല. ക്യാഷ് അല്ല, സോറി, ക്യാഷ്. ഓക്കെ, കഴിഞ്ഞില്ലേ? നേരത്തെ ലാസ്റ്റ് ഒരു സാധനം കൂടെ ബാലൻസ് ചെയ്യണം. ഏതാ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഓൾറെഡി അത് ബാലൻസ് ചെയ്താണ് നിങ്ങൾ അല്ലേ? എന്നിട്ട് എത്ര ക്യാപിറ്റൽ കിട്ടിയിരുന്നു? ഇതിനെന്ത് പറയും? ഓപ്പണിംഗ് ക്യാപിറ്റൽ. എത്രയാണ്? 2,50,000. ഒന്നുകൂടെ ചെയ്ത് നോക്ക്. ശരിയെന്നല്ലേ? നമ്മൾ വിട്ടുപോയിണ്ട. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കും. അല്ലേ? 2,50,000 തന്നെയല്ലേ? നോക്കിയാ കാൽക്കുലേറ്റർ അല്ലേ? എത്ര നമ്മളെ? 2 lakh. തുടങ്ങി എത്ര വന്ന്? 2,50,000 കിട്ടിയില്ലേ? പ്രത്യേകം എഴുതണം. ഓപ്പണിംഗ് ക്യാപിറ്റലാണ്, ബാലൻസിങ് ഫിഗറാണ്. ഇതെവിടെ കൊണ്ടുപോയിട്ട് എഴുതണം മക്കളെ? ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ അല്ലേ? 2,50,000. വേഗം പോയിക്കോ. ബാലൻസ് ഷീറ്റിൽ 2,50,000 നമ്മൾ എഴുതാനുള്ള സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എഴുതിയാ? ഇനി ഒന്നും നോക്കണ്ട. എല്ലാ വർക്കിംഗ് നോട്ടുകളും ബാലൻസ്ഡ് അല്ലേ? ഇനി നേരെ ട്രേഡിങ്. ഇനി സാധാരണ ഫൈനൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന രീതി ഞാൻ പറയണ ചെയ്തൂടെ? ചെയ്തോളൂ, സ്വന്തമായിട്ട് തന്നെ ചെയ്തോളൂ.
ആദ്യം ക്രെഡിറ്റ് സൈഡ് ട്രേഡിങ്ങിൻ്റെ ബാലൻസ് ചെയ്യാം. സെയിൽസ് പിന്നെ ഏതാ ക്ലോസിങ് സ്റ്റോക്ക്. ടോട്ടൽ എത്ര വരും പറയും. 4,40,000 പ്ലസ് 84,000 പ്ലസ് 20 എത്ര വരും? 5,44,000. 5,44,000 നിന്ന് എന്ത് ലെസ് ചെയ്യാം? ഈ 3 ഐറ്റം ലെസ് ചെയ്യാം. അപ്പോൾ എത്ര വരും പറയും? ഗ്രോസ് പ്രോഫിറ്റ് എത്ര? 2,14,000 അല്ലേ? 14,000 അല്ലേ? അല്ലേ? 2,14,000. ഇത് നോക്കണ്ട, കഴിയാത്തൊരു സ്വന്തമായിട്ട് കാൽക്കുലേറ്റർ എടുത്ത് നോക്ക്. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ എത്രയാണ്? 2,14,000. ടോട്ടൽ ചെയ്യാം 2,14,000. ഇൻഡയറക്റ്റ് ഇൻകം ഒന്നുമില്ലല്ലോ. 2,14,000 2 എക്സ്പെൻസുകൾ, ഒന്ന് പ്രൊവിഷനാണ്, പിന്നെ ഒരു സൺഡേ എക്സ്പെൻസ് ലെസ് ചെയ്താൽ എത്ര വരും നെറ്റ് പ്രോഫിറ്റ്? 56,000. 56,000 ആണോ? സമയമെടുത്ത് ചെയ്തോ. 56,000 നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും ക്യാപിറ്റലിൻ്റെ ബാലൻസ് പറഞ്ഞു തന്നെ? 1,86,000. അതിൻ്റെ കൂടെ തന്നെ ഈ 2 ഐറ്റം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ എത്ര വരും എന്ന് പറയാം. 2,76,000. ഓക്കെ, അത്ര തന്നെ ഇവിടെയും കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ ഓക്കെയാണ്. ഉണ്ടോ? നിങ്ങളിവിടെ നോക്കണമെന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് പൊക്കോ. ടോട്ടൽ ആവണ്ട, നോക്കി ആവുണ്ട്.